ഹായ് ഹലോ മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ചീമച്ചേമ്പില്ലേ, അതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചീമച്ചേമ്പായാലും കുഴപ്പമില്ല, അല്ല നമ്മൾ സാമ്പാറിൻ്റെ ചെറുചേമ്പുണ്ടല്ലോ അതായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഈ ചേമ്പ എടുത്തേക്കണേ. അപ്പോൾ ഇതുകൊണ്ട് കുഴഞ്ഞു പോകാതെ തോരനൊക്കെ ഉണ്ടാക്കി ഞാൻ ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഒരു ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ശാലോ ഫ്രൈയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ചേമ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയൊരു കനത്തിലൊന്ന് അരിഞ്ഞെടുത്ത് നല്ല 2-3 വെള്ളം കഴുകിക്കളയണം. അപ്പോൾ ആ കുഴകുഴപ്പം അങ്ങ് മാറും. വെണ്ടയ്ക്ക ഒരു വിഴുവിഴുപ്പുണ്ടല്ലോ അതങ്ങ് മാറിക്കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരല്പം ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒത്തിരി ഉടഞ്ഞു പോരുത് കേട്ടോ, ചെറിയൊരു വേവ്. അത് കഴിയുമ്പോൾ നമുക്കതൊന്ന് ഊറ്റിയെടുക്കാം. അല്ലെങ്കിൽ മുഴുവൻ ചേമ്പ് വേവിച്ചതിന് ശേഷം തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്താലും മതിയാവും കേട്ടോ. പക്ഷേ ആദ്യം തൊലി അങ്ങ് കളഞ്ഞു പോയി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ വേവിച്ച് കുക്കറിലിട്ട് 1-2 വിസിൽ അടുപ്പിച്ച് അങ്ങ് എടുത്താൽ മതി. അപ്പോൾ അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ അത് വറുത്തതിൻ്റെ എണ്ണ ബാലൻസ് വന്നത് പപ്പടം കൊണ്ട്, അതുകൊണ്ട് ആ കളറ്. അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയതിന് ശേഷം 1.5 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തു. കറിവേപ്പില ഒരു തണ്ട് ഇട്ട് കൊടുത്തു. അതിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ച ചേമ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ചെറിയ പാത്രം, അപ്പോൾ അത്രയും നിന്ന് അത് മൊരിഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഒത്തിരി എണ്ണ ഒന്നും ഒഴിച്ച് നമ്മൾ ചെയ്യുന്നില്ല. ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നിരത്തി വെച്ച് കൊടുക്കണം. ഒരു 10-15 മിനിറ്റോളം എടുക്കും കേട്ടോ. ഒരുപാട് തീ കൂട്ടി വയ്ക്കാതെ പതുക്കെ നിന്ന് വേണം ഇത് ചെയ്യാൻ. ധൃതിപ്പെട്ട് ചെയ്യുവാണെങ്കിൽ പൊടിഞ്ഞു പോകും. നമ്മളിട്ട് ഇളക്കി വരുമ്പോൾ ഇത് പൊടിയും. അപ്പോൾ കുറച്ച് നേരം ഒന്നിങ്ങനെ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് മുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാൻ ആദ്യം ഉപ്പ് ഇച്ചിരി ചേർത്തിട്ടുണ്ട്, അപ്പോൾ നോക്കിയിട്ടൊക്കെ ചേർക്കണം. അതുപോലെ കുറച്ച് കായപ്പൊടി ഇതിട്ട് കൊടുത്ത് ഇതുപോലെ നമുക്കൊന്ന് കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വീണ്ടും നമുക്കതുപോലെ ഒന്ന് നിരത്തി വയ്ക്കാം. തീ കുറച്ച് വെച്ച് നല്ല മൊരിഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഒത്തിരി ഇട്ട് ഇളക്കി മറിക്കരുത്. അതുപോലെ തന്നെ കരിഞ്ഞു പോകാനും സമ്മതിക്കരുത്. അപ്പോൾ തീ സിമ്മിലിടുക. അല്ലെങ്കിൽ നോർമലി ചൂട് അവരവരെ വീട്ടിലുള്ള ഗ്യാസിൻ്റെ ഒക്കെ അവസ്ഥ ഓരോരുത്തർക്കല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ച് വെക്കുക. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കുറേ നേരം ഇങ്ങനെ ആയതിന് ശേഷം നമുക്ക് കുറച്ച് അരിപ്പൊടി നമുക്കിതിൻ്റെ മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയില്ലേ, അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഇത് നല്ലപോലെ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. വെളിച്ചെണ്ണ ഒരുപാട് ഒഴിച്ചല്ല നമ്മൾ വറുക്കുന്നത്. ഞാൻ വീണ്ടും പറയുക, ഇച്ചിരി എണ്ണയാണ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇപ്പം നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് പൊരുതണ്ട് പച്ചക്കറിവേപ്പില ഇട്ട് നമുക്ക് ഇതിങ്ങ് ഇറക്കിയെടുക്കാം. അപ്പോൾ കിരികിരാന്ന് നമ്മളിങ്ങനെ കുലുക്കുമ്പോൾ തന്നെ സൗണ്ട് കേൾക്കുന്നു. എന്നിട്ട് ചിലതൊക്കെ ഉടഞ്ഞു പോയിട്ടുണ്ട്. വേകാതെ എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചേമ്പ് ഫ്രൈ ആയത്. രസമോ മോരോ കൂട്ടി കഴിക്കാൻ ചോറിൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. ബൈ.